ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു മീഷോ ഹോളായിട്ടാണ്. കുറേ നാളായിട്ട് നിങ്ങൾക്ക് എൻ്റെ മീഷോ ഹോൾ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? കുറേ നാളായി നമ്മൾ ചെയ്തിട്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ മൊത്തം ഫുഡ് വ്ളോഗിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഫുഡ് വ്ളോഗിന് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ പഴയ മീഷോ ഹോളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡെയിലി വെയറിൻ്റെ കളക്ഷൻസാണ്. അതും നല്ല അഫോർഡബിളായ റേറ്റിന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയലുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ ഹോളാണ്. ഞാൻ എന്നും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, എനിക്ക് ഒരുപാട് റേറ്റ് കൊടുത്ത് ഡ്രസ്സ് വാങ്ങിയിട്ട് ഇടാൻ ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ 1-2 വട്ടം യൂസ് ചെയ്യുന്നതിനാണ് എനിക്കിഷ്ടമുള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോകളൊക്കെ വരുമ്പോൾ എന്നും ഇട്ട ഡ്രസ്സിനിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കില്ലേ? അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് തോന്നും കുറച്ച് വിലയുടെ ഡ്രസ്സ് വാങ്ങിയിട്ട് നമുക്ക് 1-2 വട്ടം ഇട്ടിട്ട് അത് വീട്ടിലിട്ടാലും നമുക്ക് പ്രശ്നം വരുന്നില്ല, കാരണം അത്ര റേറ്റിലേ വരുന്നുള്ളൂ. അതിന് മറിച്ച് നമ്മൾ ഒരുപാട് വില കൊടുത്ത് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് 1-2 വട്ടം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ? അങ്ങനെ ഒരു വിഷമം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ മീഷോന്ന് കയറി പർച്ചേസ് ചെയ്യുക. കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അതും വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്കവിടെ മീഷോന്ന് ഡ്രസ്സ് കിട്ടുന്നത്. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല റിവ്യൂസൊക്കെ നോക്കി വാങ്ങുക. കാരണം അവിടെ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഉടുപ്പുണ്ടല്ലോ, ഇത് ചെറിയൊരു ഉടുപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു പാറ്റേണൊക്കെ ഇഷ്ടമായി. ഇപ്പോൾ വന്നപ്പോൾ മെറ്റീരിയലും അടിപൊളിയാണ്. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതൊരു വെസ്റ്റേൺ ടച്ച് വരുന്നൊരു മിഡി ഫ്രോക്കാണ് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണ്. പിന്നെ അതിൻ്റെ സ്ലീവ് ഭയങ്കര രസമാണ്. നല്ല ഭംഗിയുള്ളൊരു പഫ് സ്ലീവ്, അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ആ ഒരു സ്ലീവിൻ്റെ ഒരു പാറ്റേൺ ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്കൊരു ചൈനീസ് കോളറാണ്. പിന്നെ ഒരു ഷോ ബട്ടൺ വരുന്നുണ്ട്. നെക്ക് തൊട്ട് താഴെ വരെയായിട്ടൊരു ഷോ ബട്ടൺ. ഓപ്പൺ അല്ല, ജസ്റ്റ് അതിങ്ങനെ ഭംഗിക്ക് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷോ ബട്ടൺ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. 400 റുപ്പീസാണ് ഈ ഒരു ഫ്രോക്കിന് വരുന്നത്. പിന്നെ ഒരു ചെക്ക് ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ, മറ്റൊരു ഡിസൈൻ വരുന്നത്. ഇതൊരു 3-in-1 പാക്ക് കുർത്തിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റെഡ് കളർ വരുന്ന കോട്ടൺ കുർത്തിയാണ്. ഒരു 3/4 സ്ലീവും അതുപോലെ തന്നെ ഒരു പലാസോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൂസ് ടൈപ്പ് പാൻസും വരുന്നുണ്ട്. ദുപ്പട്ട സെറ്റാണിത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, ചെറിയ പ്ലാസ്റ്റിക് മിറേഴ്സ് ഉണ്ട്. പിന്നെ ഷോളാണെങ്കിൽ കൂടി നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. നമുക്ക് ഇടാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ സൈഡിൽ സ്ലിറ്റ് വരുന്നൊരു സാധാരണ ചുരിദാറിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 ആണ്. അതും ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലേ? ഈ ഒരു ഫുൾ സെറ്റ് കോട്ടൺ കുർത്തി കിട്ടണമെങ്കിൽ ഈ ഒരു റേറ്റിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഷാൾ നല്ല വൈഡായിട്ടുള്ളൊരു ഷാളാണ്, ബ്യൂട്ടിഫുൾ ആണ് മൊത്തത്തിൽ. അടുത്തത് വരുന്നൊരു സിംഗിൾ കുർത്തിയാണ്. സ്ലീവ് അറ്റാച്ച്ഡ് ആണ്, ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. പക്ഷേ സ്ലീവ്ലെസ് ആണ്. ഇതിൽ കുറച്ചും കൂടി നല്ല ഭംഗി തോന്നുന്നത്. ഒരു റെഡ് പൈപ്പിങ്ങിൽ നെക്കും അതുപോലെ സ്ലീവിൻ്റെ അവിടെയും വരുന്നുണ്ട്. പിന്നെ നെക്കിന് താഴെയായിട്ട് ചെറിയൊരു റെഡ് ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ ഒരു ത്രെഡിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു വൈറ്റ് കളർ ബ്ലൂവിൽ പ്യുവർ കോട്ടൺ ആണ്. ഇടാനൊക്കെ നല്ല സുഖമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. 350 ആണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. ആ ഒരു റേറ്റിന് ഇത്ര നല്ല മെറ്റീരിയലൊരു കുർത്തി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റാണ്. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെനിക്ക് ഈ ഇന്നത്തെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ്. കാരണം ഇടാൻ അത്ര സുഖമാണ്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഫിനിഷിംഗ് ഉണ്ട് ഇത് മൊത്തത്തിൽ, ഇതിൻ്റെ വർക്കും നെക്കും എല്ലാം. ഇതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. ആ റെഡ് പൈപ്പിംഗ് വരുന്നതാണ് കേട്ടോ അതിന് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നെക്കിൽ ബാക്കിൽ നെക്കിലും ആ പൈപ്പിംഗ് വരുന്നുണ്ട്. ഇതൊരു കംപ്ലീറ്റ് വെസ്റ്റേൺ കളക്ഷനാണ്. ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ ജംസ്യൂട്ടാണ് വരുന്നത്. ബ്ലാക്ക് പാൻസ് പോലെ തോന്നിക്കും. അതുപോലെ തന്നെ മുകളിലായിട്ടൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ഒരു ടോപ്പ് പോലെ തോന്നുന്ന ഫുൾ സ്ലീവിലുള്ളൊരു ജംസ്യൂട്ടാണ്. ഇതും നല്ലൊരു എന്താ പറയുക നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പീസ് തന്നെയാണ്. ഇതിനൊരു ബാക്കിലൊരു ടൈ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ട നമുക്ക് ഫ്രണ്ടിലേക്കും കെട്ടാവുന്നതാണ്. മൊത്തത്തിലൊരു സ്റ്റൈലിഷ് കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഈ ഒരു ജംസ്യൂട്ട് ഇഷ്ടമാവും. ഇതിനും ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല. 450 ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത്. നല്ലൊരു മോഡേൺ അതുപോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഇത് വന്നിട്ടൊരു സ്കൈ ബ്ലൂ ആണ് വരുന്നത്. ഇതിൻ്റെ വേറൊരു പീച്ച് കളർ വരുന്നുണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ മീഷോയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സും ഇഷ്ടപ്പെടും.
എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പുറത്തൊക്കെ ഒരു ഔട്ടിങ്ങിന് അതുപോലെ തന്നെ ഒരു പാർട്ടിക്കൊക്കെ പോകാനൊക്കെ പറ്റിയൊരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റിയൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത്. ഇടാനും നല്ല സിമ്പിളാണ്. ജോർജറ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. അതും നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതൊരു സിംഗിൾ കോട്ടൺ കുർത്തിയാണ്. ബ്ലൂ കളറ്, സ്കൈ ബ്ലൂ അല്ല, സീ ബ്ലൂവിൽ വരുന്നൊരു വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു സിംഗിൾ കുർത്തിയാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫിനിഷിങ് പ്രിൻ്റാണ് ഇതുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ ആയിട്ട് ചെറിയൊരു റിബൺ അല്ല, ഒരു ടൈ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ത്രെഡിൻ്റെ ഒരു ടൈ വരുന്നുണ്ട്. അത് നല്ലൊരു അട്രാക്റ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കും അതുപോലെ സ്ലീവും ഒക്കെ നല്ല കംപ്ലീറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത്. സ്ലീവ്ലെസ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇതിൻ്റെ ബാക്ക് പോർഷനിലും ആ ഒരു സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ്. 300 റുപ്പീസ് മാത്രമാണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. വൈറ്റ് ലെഗിങ്സ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക സിഗരറ്റ് പാൻ്റൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു കളക്ഷനാണ്. അപ്പം നമ്മുടെ മീഷോ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.